തെമ്മാടിത്തരവല്ലേ കാണിച്ചത്? കാറി കയറ്റി കൊണ്ടുപോവുക, ആവശ്യം കഴിയുമ്പോ റോഡിൽ ഇറക്കി വിടുക. അല്പന ഐശ്വര്യം എന്ന അർദ്ധരാത്രി കുട പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. മുത്തുകുട പിടിക്കണമെന്ന് ആദ്യമായിട്ട് കേൾക്കണേ. എവിടെയായിരുന്നു ഇത്രയും നേരം? മര്യാദകേട് കാണിക്കുന്നതിന് അതിരുണ്ട്. നോ മോർ ടോക്ക്. മോൻ ഉറങ്ങാൻ സമയായി. ജീവ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വായിച്ച് പഠിക്ക്. നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയാ. ജീവ, നാളെ കാണാം. വിധിയുണ്ടെങ്കിൽ അതാര്? അമ്മ? ഏതമ്മ? എന്താ ജീവേട്ടാ ഇത്? നേരെ എത്രയെന്ന കരുതണേ? ഇത്ര നേരം ഞാൻ കാത്തിരുന്നു, ഇപ്പഴൊന്ന് മയങ്ങിയത്. അയ്യേ, എന്താ ഇത് കങ്കാരുവിനെ പോലെ? മോനെ ഇങ്ങനെ എടുക്കണേ? ഇതാ ശത്രു ഉറങ്ങി. പൗലോസേട്ടനും ഉറങ്ങി. വിശ്വസിച്ചു നമുക്ക് ഉറങ്ങാം. അയ്യോ, എന്താ ജീവേട്ടാ ഇത്? നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ? എടീ എന്തോ? നീ മിസ്സസ് ഹേമ ജീവൻ, സോറി മിസ്സസ് മാധുരി ജീവൻ, ജീവേട്ടന്റെ മധു. ജീവേട്ടന്റെ മധു. നീ എന്താണ് ഇതുവരെ പോവാത്തത്? അയ്യോ, ഇങ്ങനെ ഒച്ച വെക്കല് ജീവേട്ടാ. മോൻ എന്താ കരയണു? ഓ, ചോദിച്ചിന് ഉത്തരം പറയടി. ഈ ജീവേട്ടന് ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട്. ഞാൻ എങ്ങോട്ട് പോവാനാ? ഭർത്താവോ? അതെ. ഓഹോ, അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അയ്യേ, അത്തരം ചീപ്പ് പ്രവർത്തികളൊന്നും ഞാൻ ചെയ്യില്ല. എടേ, ഇറങ്ങടി ഇവിടുന്ന്. നോക്ക്, എന്നെ ഒന്ന് സഹായിച്ചെന്ന് കരുതി ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട. അങ്ങനെ എന്തെങ്കിലും മോഹൻ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഇങ്ങ് കളഞ്ഞേക്ക്. അതുകൊണ്ട് നല്ല ഭാഷയിൽ തന്നെ പറയാ, എന്റെ പൊന്നുമോള് ഇവിടുന്ന് വേഗം സ്ഥലം കാലിയേക്ക്. അതെല്ലാം മറിച്ചാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ എനിക്കറിയാം. ജീവനം നിനക്കറിയില്ല. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജീവൻ, എന്താ? ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ? ഏത് നരകത്തിലേക്കെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങി പോരുന്നു. നരകത്തിലേക്കൊന്നുമല്ല, വെറ്റിലക്കാടൻ അച്ഛന്റെ ഓർഫനേജിലേക്കാ. ഫാദർ വെറ്റിലക്കാടനല്ലേ? അങ്ങേര് എന്തിനടി വിളിക്കുന്നത്? അല്ലാതെ പിന്നെ ഞാൻ ആരെ വിളിക്കേണ്ടത്? ഈ കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത്. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും. നിങ്ങൾ മൂന്നുപേരും ജയിലിലേക്കും. അനാഥയും അബലയുമായ ഒരു പെൺകുട്ടി എന്ന നിലയിൽ കോടതി എന്നെ വെറുതെ വിടുകയും ചെയ്യും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഈ കുട്ടി നിങ്ങളുടേതല്ലെന്നും നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയുടേതെന്ന് പറഞ്ഞ് അന്ന് എന്നെ കാണിച്ച ഫോട്ടോ എന്റെ തന്നെയാണെന്നും ഒക്കെ എനിക്കറിയാം. കണ്ണുമഴിക്കണ്ട, എന്നെ ഇറക്കി വിട്ട ഉണ്ടാവുന്ന ചില ഭവിഷ്യത്തുകൾ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണ് നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ്, അത്രേ ഉള്ളൂ. ബാക്കി വഴിയെ മനസ്സിലായിക്കോളും. വന്നേ, നമുക്ക് കിടക്കാം. നിന്റെ കൂടെ കിടക്കാനോ? വേണ്ട, താഴെ കിടന്നോ. ഞാനും മോനും കട്ടിലിൽ കിടന്നോളാം. എന്റെ കുഞ്ഞിനെ തൊട്ടുപോരുത്. അതെ, മോനെ തരുമ്പോ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന്. നീ അമ്മയല്ലടി, യക്ഷിയാ യക്ഷി. നിന്നെ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ? ആ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോടാ. ചേട്ടാ, എല്ലാം ഞാൻ കേട്ടു. ശത്രു ഞാനും. എങ്ങനെടാ അവളെ ഒന്ന് ഒഴിവാക്കുക? എന്ത് ചെയ്താലും വെറ്റിലക്കാരൻ അച്ഛൻ അറിയും, കുഞ്ഞ് കൈവിട്ടു പോകും. ഇനി എന്ത് ചെയ്യും? കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കും. വകുപ്പ് സ്ത്രീ പീഡനമാ. കൊന്ന് കൊക്കയിലെറിഞ്ഞാലോ? കൊലക്കുറ്റം IPC 302. ഇനി എന്താണ് ഒരു വഴി? കറണ്ട് പോയി. കറണ്ട് പോയതല്ലടാ, എന്റെ ജീവിതം ഇരുട്ടിലായതാ.